ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ 3ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഒരൊറ്റ അക്ഷരം വെച്ചിട്ട് ഒരൊറ്റ ആൽഫബറ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് സോൾവ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമുക്ക് 2 ആൽഫബറ്റുള്ള ഒരു എക്സാമ്പിൾ 1-2 എക്സാമ്പിൾ ചെയ്തിട്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചോദ്യം ഇതാണ്: ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. വാട്ട്സ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അതായത് ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയ്ക്ക് 4 കസേരയ്ക്കും കൂടി 14,000 രൂപയും. ഓരോന്നിൻ്റെയും വില എന്താണ്? അപ്പോൾ ഇവിടെ 2 ഐറ്റംസ് ആണ്, മേശയും കസേരയും. അപ്പോൾ മേശയുടെ വിലയെ നമുക്ക് എക്സ് എന്നും കസേരയുടെ വിലയെ വൈ എന്നും എടുക്കാം. അപ്പോൾ 2 അക്ഷരങ്ങളായാലും എക്സും വൈയും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച് നോക്കി ആദ്യം ചോദ്യം മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അക്ഷരമാണോ 2 അക്ഷരമാണോ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ സെൻറ്റൻസും വീണ്ടും വായിച്ച് നോക്കി അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപ എന്നല്ല. അപ്പോൾ 2 ഐറ്റം വന്ന് മനസ്സിലായി. അപ്പോൾ എന്തെഴുതാം? ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ ടേബിൾ. മേശയുടെ വില സമം എക്സ് ആൻഡ് വൈ ബി ദ പ്രൈസ് ഓഫ് ദി ചെയർ. കസേരയുടെ വിലയെ വൈ എന്നും എടുക്കാം. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെയാണ് 11,000 രൂപ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒരു മേശ എന്ന് പറയുമ്പോൾ ഒരു എക്സ്, അതായത് എക്സ്. ഒരു കസേര എന്ന് പറയുമ്പോൾ ഒരു വൈ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000 എന്ന് നമുക്ക് കിട്ടി. കണ്ടോ? 2 അക്ഷരം ഉപയോഗിച്ചു. ആദ്യത്തെ സെൻറ്റൻസ് മാത്രമേ നമ്മൾ വായിച്ചുള്ളൂ. അതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11,000. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് വായിച്ചു നോക്കാം. ഒരു മേശയ്ക്ക് 4 കസേരയ്ക്കും കൂടി, അല്ലേ? ദ പ്രൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മേശ എന്ന് പറയുമ്പം എക്സ് തന്നെ പ്ലസ് 4 കസേര എന്ന് പറയുമ്പോൾ ഒരു കസേരയ്ക്ക് വൈ ആണെങ്കിൽ 4 കസേരയ്ക്ക് 4y ഈക്വൽ ടു 14,000. ഇപ്പോൾ 2 സമവാക്യങ്ങൾ കിട്ടിയല്ലോ. ആദ്യത്തതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വില കിട്ടുമല്ലോ. എക്സ് എന്താണ്? ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 11,000ൽ നിന്ന് ഈ പ്ലസ് വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം മൈനസ് വൈ ആവും, അല്ലേ? അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി. എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ വൈയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കൊണ്ടുപോയി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാമല്ലോ. ഈ എക്സിന് പകരം ഈ വില ഇട്ട് കൊടുക്കുക. അതായത് 11,000 മൈനസ് വൈ ഇട്ട് കൊടുക്കാം പ്ലസ് 4y ഈക്വൽ ടു 14,000 എന്ന് എഴുതാമല്ലോ, അല്ലേ? ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം പ്ലസ് ആണ്. ഞാൻ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം എക്സിൻ്റെതാണ് ഈ 11,000 എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇനി മൈനസ് വൈ പ്ലസ് 4y, അപ്പം എന്ത് വരും? പ്ലസ് 3y വന്നു. അപ്പം 3y ആദ്യം ഞാൻ വൈ ഉള്ള ടേം എഴുതി, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തപ്പം പിന്നെന്താ നമുക്കുള്ളത്? പ്ലസ് 11,000 ഉണ്ട് ഈക്വൽ ടു 14,000 എന്ന് കിട്ടിയല്ലോ. ഇനി വൈ ഉള്ളതല്ലേ നമുക്ക് വേണ്ടത്, അത് അവിടെ വെക്കുക. എന്നിട്ട് വലതുവശത്തത് ആദ്യം എഴുതുക. പ്ലസ് ആണ് അപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി, മൈനസ് 11,000 എന്ന് വന്നു, അല്ലേ? അപ്പോൾ 3y എന്ത് കിട്ടി? ഞാൻ ഇവിടെ എഴുതാം. 3y ഈക്വൽ ടു എന്ത് കിട്ടി? 14,000 നിന്ന് 11,000 കുറയ്ക്കുമ്പോൾ 3,000 ആണല്ലോ. അപ്പോൾ y എന്ന് പറയുന്നത് ഈ 3നെ ഗുണിച്ചിരിക്കുന്നതിന് അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും. 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വന്നു? 1000 വന്നു. ഈ y എന്താണ്? കസേരയുടെ വില. അപ്പോൾ കസേരയുടെ വില എത്ര കിട്ടി? 1000 രൂപ എന്ന് കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണമല്ലോ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 11,000ൽ നിന്ന് y കുറയ്ക്കുന്ന y എത്രയാണ്? 1000. അപ്പോൾ എക്സ് എത്ര കിട്ടി? 10,000 എന്ന് കിട്ടിയല്ലോ, അല്ലേ? എല്ലാം റുപ്പീസിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എക്സ് എന്താണ്? മേശയുടെ വില. ടേബിളിൻ്റെ വിലയാണ് നമുക്ക്
10,000 എന്ന് കിട്ടിയത്. ഈ y എന്താണ്? ചെയറിൻ്റെ വില അല്ല, കസേരയുടെ വിലയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 10ാമത്തെ പേജിൽ 2ാമത്തെ ചോദ്യം ചെയ്യാം. നമ്മൾ 1ഉം 3ഉം ആണല്ലോ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്ത്, 2ാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? 2 സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉം ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ 2 സംഖ്യകളുടെ തുക, അപ്പോൾ 2 സംഖ്യകളുണ്ടല്ലോ, അപ്പോൾ 2 അക്ഷരം എടുക്കാമല്ലോ. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ 2 നമ്പേഴ്സ്. സംഖ്യകൾ ഏതൊക്കെയാണ്? എക്സും വൈയും. ഇനി ആദ്യത്തെ സെൻറ്റൻസ് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? 2 സംഖ്യകളുടെ തുക 26, സം ഓഫ് ദ നമ്പേഴ്സ് 26. അപ്പോൾ സം എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, പ്ലസ് ആണ് ഇടേണ്ട, എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എഴുതാമല്ലോ. ഇനി ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് 4, വ്യത്യാസം 4ഉമാണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വലുതും ഒന്ന് ചെറുതും. അപ്പോൾ നമുക്ക് എക്സിനെ വലുതാക്കി എടുക്കാം, വൈയെ ചെറുതാക്കി എടുക്കാം. നല്ലുള്ള എക്സ് മൈനസ് വൈ 4 ആകത്തുള്ളൂ അല്ലേ? ഈ ഒരു പോയിന്റ് ശരിയാക്കി മാത്രമേ ഉള്ളൂ എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളതിൽ നിന്ന് ഒന്നിനെ കണ്ടുപിടിക്കാം അല്ലേ? ആ ബന്ധം കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് എളുപ്പം ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. എക്സ് എന്താണ്? ഇതിൽ നിന്ന് എക്സ് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ. 4 റൈറ്റ് സൈഡിലുണ്ടായിരുന്നു, മൈനസ് വൈ ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് വൈ ആയി. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് എക്സിന് പകരം 4 പ്ലസ് വൈ എന്ന് എഴുതാമല്ലോ. എക്സിന് പകരം 4 പ്ലസ് വൈ എന്ന് എഴുതി. ഇനി ഒരു പ്ലസ് വൈ ഉണ്ട്, ഈക്വൽ ടു 26. മനസ്സിലായല്ലോ? അപ്പോൾ 4 പ്ലസ് വൈ 2 പ്രാവശ്യം കൂട്ടുമ്പോൾ 2y ഈക്വൽ ടു 26. ഇതിൽ നിന്ന് 2y കാണാമല്ലോ. 26 അതുപോലെ എഴുതുക, പ്ലസ് 4 അപ്പുറത്ത് പോകുമ്പോൾ -4 ആയി. അപ്പോൾ 2y എത്ര വന്നു? 22. അല്ലെങ്കിൽ y എത്ര വന്നു? ഈ 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്നതിന് അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും, ഡിവിഷനാകും. അപ്പോൾ 22/2 എന്ന് വന്നു. 22/2 11 അല്ലേ? അപ്പോൾ ഒരു നമ്പർ കിട്ടിയല്ലോ, മറ്റേ നമ്പർ കാണാൻ വേണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. ഈ റിലേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ 11 ആണ്. അപ്പോൾ ആൻസർ 15. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ വന്നു? സംഖ്യകൾ ഏതൊക്കെയാണ്? 15ഉം 11ഉം. നമ്പേഴ്സ് 15ഉം 11ഉം. അപ്പോൾ ആ ക്വസ്റ്റ്യന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് 9ാമത്തെ പേജിൽ ആ ഒരു ഫിഗർ തന്നിരിക്കുന്ന അവിടുത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ ഹാഫ് കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3. എന്താണ് ഭിന്നസംഖ്യ? ക്വസ്റ്റ്യൻ കണ്ടല്ലോ, പേജ് നമ്പർ 9 ആ ഫിഗറിൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. A fraction simplified after adding 1 to its numerator becomes 1/2 if instead 1 is added to the denominator and then simplified it becomes 1/3. What is the fraction? ഇവിടെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? x/y. Let x/y be the fraction. അപ്പോൾ ഭിന്നസംഖ്യയുടെ രൂപം എങ്ങനെയാണ്? x/y. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? അംശത്തിനോട് 1 കൂട്ടുക. അംശം ഏതാണ്? എക്സ്. അപ്പോൾ ഇതല്ലേ അംശം, ഇത് ഛേദം. എക്സ് ആണ് ന്യൂമറേറ്റർ, വൈ ഡിനോമിനേറ്റർ. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി ന്യൂമറേറ്ററിനോട് 1 കൂട്ടുക, അല്ലെങ്കിൽ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ അപ്പോൾ ഛേദത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഡിനോമിനേറ്ററിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമില്ല. വൈ ആയിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് ലഘൂകരിച്ചപ്പോൾ 1/2 ഹാഫ് കിട്ടി. മനസ്സിലായോ? പിന്നെ 2ാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഛേദത്തിനോട് 1 കൂട്ടുക. അപ്പോൾ അംശത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ന്യൂമറേറ്ററിന് മാറ്റമില്ല. ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി. ഈ 2 സംഗതികളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്രാക്ഷൻ ഫോമിലാണ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ.
അതായത് മുകളിലുള്ളതിനെ താഴത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിൽ 2 ടേംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇടുക, മറക്കരുത് കേട്ടോ. അപ്പോൾ 2നെ x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു അതേപോലെ ഇടുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ 1 × y എന്താണ്? y തന്നെ. മനസ്സിലായല്ലോ? ഇനി ഇവിടെ അതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x × 3 എന്താണ്? 3x ഈക്വൽ ടു 1 × എന്തെഴുതിയാലും ആ നമ്പർ തന്നെയല്ലേ. 1 × എന്തെഴുതിയാലും അത് തന്നെ. അപ്പോൾ y+1 × 1 y+1 തന്നെയാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2 × x 2x പ്ലസ് 2 × 1 2 ഈക്വൽ ടു y. അപ്പോൾ y എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ. ഈ വൈയുടെ വില നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാമല്ലോ, ഈ വൈക്ക് പകരം. അപ്പോൾ നമുക്ക് ഒരൊറ്റ അക്ഷരം മാത്രം എക്സ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഈ വൈക്ക് പകരം എന്ത് കൊടുക്കണം? 2x + 2. മനസ്സിലായോ? y എന്ന് പറയുന്നത് 2x + 2 ആണ്. അതിവിടെ ഉള്ള വൈക്ക് പകരം അങ്ങോട്ട് കൊടുത്തു. ഇനി +1 ഉണ്ട്, ആ +1 അതിൻ്റെ കൂടെ അങ്ങ് എഴുതി അല്ലേ. അപ്പോൾ 3x ഈക്വൽ ടു 2x, രണ്ടും ഒന്നുകൂടെ കൂട്ടുമ്പോൾ +3. ഇവിടെ 2 വശത്തും എക്സ് ഉണ്ട്, അത് ഒരു വശത്തേക്ക് കൊണ്ടുവരണം. അതായത് ഈ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വന്നു? 3x ഓൾറെഡി ഉണ്ട്, +2x ഇപ്പുറത്ത് വന്നപ്പോൾ -2x ആയി, ഈക്വൽ ടു 3 എന്ന് കിട്ടി. 3xൽ നിന്ന് 2x പോയാൽ 1x അല്ലേ. അപ്പോൾ x ഈക്വൽ ടു 3 എന്ന് കിട്ടിയല്ലോ. x 3 എന്ന് കിട്ടിയാൽ അംശമാണല്ലോ 3. അപ്പോൾ വൈയുടെ വില കണ്ടുപിടിക്കാമല്ലോ ഇവിടെ നിന്ന്. എന്താണ് y? എന്താണ് y ഈക്വൽ ടു 2x + 2 ആണ്. 2x എന്ന് പറഞ്ഞാൽ 2 × x. അപ്പോൾ 2 × x 3 ആണല്ലോ, +2. 2 3s are 6 + 2 8 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ x/y എന്താണ്? x 3 y 8. ആൻസർ ആയില്ലേ? മനസ്സിലായല്ലോ? ഇനി ഇതേപോലത്തെ ഒരു ചോദ്യമുണ്ട്. അതായത് പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 6. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് 1/3. ഇഫ് ഇൻസ്റ്റെഡ് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് 1/4. വാട്ട്സ് എ ഫ്രാക്ഷൻ? അതായത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി, ഛേദത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/4. അങ്ങനെയാണെങ്കിൽ ഭിന്നസംഖ്യ എന്ത്? അപ്പോൾ നമുക്ക് ഫ്രാക്ഷനായിട്ട് എന്തെടുക്കാം? നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ x/y എന്നെടുക്കാം. ലെറ്റ് x/y ബി ദ ഫ്രാക്ഷൻ. ഇനി ആദ്യത്തെ സെൻറ്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അംശം എക്സും ഛേദം വൈയും ആണല്ലോ. ന്യൂമറേറ്റർ എക്സ്, ഡിനോമിനേറ്റർ വൈ. ആ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ, ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്ത് ലഘൂകരിച്ചപ്പോൾ, സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3 കിട്ടി. രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് ഡിനോമിനേറ്ററിനോട് 1 കൂട്ടുക. അപ്പോൾ ന്യൂമറേറ്ററിന് മാറ്റം ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/4 കിട്ടി. നേരത്തെ പോലെ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x+1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ y-യെ 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? 3 × ആദ്യം നമ്പർ എഴുതുക, പിന്നെ ബ്രാക്കറ്റിൽ x+1 ഇടുക, മറക്കരുത്, ഈക്വൽ ടു y എന്ന് കിട്ടി. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണം, ഓരോന്നിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × x 3x, എന്നിട്ട് ഈ ചിഹ്നം അകത്തെ ചിഹ്നം അത് തന്നെ ഇടുക. 3 × 1 3 ഈക്വൽ ടു y എന്ന് കിട്ടിയല്ലോ. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, y+1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4x ഈക്വൽ ടു y+1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y+1 തന്നെ. ഇനി ഈ വൈക്ക് പകരം ഇത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 4x അതേപടി എഴുതുക, ഈക്വൽ ടു വൈക്ക് പകരം 3x + 3 എഴുതിയല്ലോ. ഇനി ഈ +1 അതേപോലെ ഇടുന്നു. അപ്പോൾ 4x ഈക്വൽ ടു 3x അതേപോലെ എഴുതി, 3 1 4 +4. ഇനി നമുക്ക് എക്സ് 2 വശത്തും ഉള്ളത് കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക്, ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ 3xനെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ +3x ആണ്. 3x എന്ന് മാത്രം പറയുമ്പോൾ അതിൻ്റെ മുമ്പിലാണ് ചിഹ്നം, അത് പ്ലസ് ഉണ്ട്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസായി, ഈക്വൽ ടു 4 എന്ന് കിട്ടി. 4xൽ നിന്ന് 3x കുറയ്ക്കുമ്പോൾ 1x, അതായത് x ഈക്വൽ ടു 4 എന്ന് കിട്ടിയല്ലോ. ഇനി ഈ
y കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ y ഈക്വൽ ടു എന്താണ് നമ്മുടെ കയ്യിൽ അറിയാം, 3x + 3 ആണ് ആണല്ലോ. ഇനി എക്സിന് 4 ഇടുക. 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ്. അപ്പോൾ 3 ഇൻറ്റു എക്സിൻ്റെ വില എത്രയാണ്, 4 ആണ്, +3. അപ്പോൾ 3 4s are 12 + 3 15 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ എക്സ് ബൈ വൈ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ, എക്സിന് പകരം 4 എന്ന് എഴുതാം, വൈക്ക് വരും മുകളിലാണ് എക്സ്, അപ്പോൾ മുകളിൽ 4 എഴുതുക, താഴെയാണ് വൈ, താഴെ 15 എഴുതുക. 2 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്, എഴുതി പഠിക്കുക എല്ലാവരും. ഇനി പേജ് നമ്പർ 11 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.